ചിലവരുടെ ശരിയാവും, ചിലവരുടെ ശരിയാവില്ല എന്ന് സ്ഥിരം പറയുന്ന ഡയലോഗ് ഉണ്ടല്ലോ, അത് എന്തായാലും ഇവിടെ പറയാൻ പറ്റില്ല. കാരണം ഞാൻ യൂട്യൂബിൽ നോക്കിയപ്പോൾ ഒരുപാട് സിമ്പിളായിട്ടുള്ള മെത്തേഡ്സ് പൈനാപ്പിൾ പുഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കണ്ടു. ഇതൊരു കുക്കിംഗ് വീഡിയോ ഒന്നും അല്ല കേട്ടോ, കാരണം ഞാൻ കുക്കിങ്ങിൽ അത്ര എക്സ്പേർട്ടൊന്നുമല്ല. എൻ്റെ മുമ്പത്തെ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും. ഞാൻ ഈ പൈനാപ്പിൾ പുഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് വീഡിയോസൊക്കെ നോക്കി. അപ്പോൾ അതിലൊന്നല്ലെങ്കിൽ ചൈന ഗ്രാസ് അല്ലെങ്കിൽ ജെലാറ്റിൻ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വേണം. പക്ഷേ എൻ്റെ കയ്യിൽ ഇതൊന്നുമില്ല. അപ്പോൾ ഞാൻ ജെമിനിയുടെ അടുത്ത് എൻ്റെ കയ്യിലുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റ് കൊടുത്തു. അതായത് പൈനാപ്പിൾ, പാല്, ഷുഗർ, മുട്ട, പിന്നെ അരിപ്പൊടി, ഇതൊക്കെ ഉണ്ട് പറഞ്ഞിട്ട് ഞാൻ കൊടുത്തു ലിസ്റ്റ്. അപ്പോൾ ജെമിനി ഒരു റെസിപ്പി ഉണ്ടാക്കി എനിക്ക് ഇങ്ങോട്ട് അയച്ചു തന്നു. ഇനിയിപ്പോൾ എൻ്റെ യൂട്യൂബ് അൽഗോരിതത്തിൻ്റെ എന്തെങ്കിലും പ്രശ്നമാണോ എന്നറിയില്ല. ഞാൻ ഈ അരിപ്പൊടി ഇട്ടിട്ടുള്ള പൈനാപ്പിൾ പുഡിംഗ് എന്തെങ്കിലും ഉണ്ടോ എന്ന് കുറേ നോക്കി, ഞാൻ കണ്ടില്ല കേട്ടോ. ജെമിനി എൻ്റെ അടുത്ത് 3 ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇടാൻ പറഞ്ഞെങ്കിലും ഞാൻ 1 ടേബിൾ സ്പൂണേ ഇട്ടുള്ളൂ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പൈനാപ്പിൾ നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ പുറത്തുനിന്ന് പൈനാപ്പിൾ ജാം വാങ്ങേണ്ട ഒരു ആവശ്യമൊന്നും എനിക്ക് തോന്നുന്നില്ല കേട്ടോ. കാരണം പൈനാപ്പിൾ ജാമിൻ്റെ തന്നെ ഓൾമോസ്റ്റ് സെയിം ടേസ്റ്റാണ് ഇതൊന്ന് സെറ്റായി വന്നപ്പോഴേക്ക് തോന്നിയത്. പുഡിങ്ങിൻ്റെ കാര്യമല്ല, പൈനാപ്പിളിൽ കുറച്ച് ഷുഗർ ഇട്ടിട്ടൊന്ന് വേവിച്ചെടുക്കുന്ന കാര്യമായിട്ടോ പറയണം. മഞ്ഞപ്പൊടി എൻ്റെ അടുത്ത് ജെമിനി അല്ല പറഞ്ഞത്, അത് ഞാൻ യൂട്യൂബ് വീഡിയോസിൽ കണ്ടപ്പോൾ അവരെല്ലാവരും ഇടണം കണ്ടു, കുറച്ച് ഒരു മഞ്ഞ കളർ എക്സ്ട്രാ കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ പൈനാപ്പിളിൽ കുറച്ച് ഷുഗറൊക്കെ ഇട്ട് നന്നായി ഇളക്കി അതൊന്ന് വെന്ത് വന്നപ്പോൾ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി. ഇത് പക്ക പൈനാപ്പിൾ ജാമിൻ്റെ ആ ഒരു ടേസ്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ ജെമിനി പറഞ്ഞ മുട്ടയും അരിപ്പൊടിയൊക്കെ കൂടി ഞാൻ വേറെ പാത്രത്തിലിട്ട് മിക്സ് ചെയ്ത് ജെമിനി പറഞ്ഞ പോലെയൊക്കെ തന്നെ ആക്കിയെടുത്തോട്ടാ. ഞാൻ ഈ കണ്ട വീഡിയോസിലൊക്കെ പൈനാപ്പിൾ ഏറ്റവും ബേസായിട്ട് സെറ്റ് ചെയ്യുന്നതാണ് കണ്ടത്. അപ്പം ഞാനും ഒരു ഗ്ലാസിൻ്റെ ടംബ്ലറിൽ അടിയിൽ പൈനാപ്പിൾ സെറ്റ് ചെയ്യാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അധികം പൈനാപ്പിൾ ഇല്ലാത്ത കാരണം ജസ്റ്റ് ഭയങ്കര തിന്നായിട്ടുള്ളൊരു ലെയറിനുള്ളതേ ഉണ്ടായിരുന്നുള്ളൂ. അത്ര മതി, കാരണം ഇത് നമ്മുടെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആണല്ലോ. ഇവിടെ ഭയങ്കര ഇരുട്ടായ കാരണം കേട്ടോ, അതായത് ഞാൻ ലൈറ്റ് ഇടാത്തതുകൊണ്ടാണ്. ലൈറ്റ് ഇടുമ്പോൾ വരുന്ന ആ ഒരു വെളിച്ചം എനിക്കിഷ്ടമല്ല, ഒരു മഞ്ഞ വെളിച്ചം. നിങ്ങൾക്ക് പൈനാപ്പിൾ പുഡിംഗ് ഒക്കെ ഉണ്ടാക്കാൻ തോന്നുകയാണെങ്കിൽ നിങ്ങൾ വേറെ നല്ല വീഡിയോ കണ്ട് ഉണ്ടാക്കേണ്ടതാണ് നല്ലത്. ഇനിയിപ്പോൾ ഇതിൻ്റെ റെസിപ്പി എങ്ങാനും വേണമെങ്കിൽ ഞാൻ സ്ക്രീൻഷോട്ട് എങ്ങാനും കൊടുക്കാൻ പറ്റുമെങ്കിൽ കൊടുക്കാം കേട്ടോ. നാട്ടിലൊക്കെ ആണെങ്കിൽ എല്ലാ ഇൻഗ്രീഡിയൻസും ഞാൻ അപ്പം തന്നെ പോയി വാങ്ങിയിട്ട് വരും, എന്നിട്ട് ഇത് ഉണ്ടാക്കുള്ളായിരുന്നു. ഇപ്പം ഞാൻ ഉള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഉണ്ടാക്കാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നാട്ടിൽ ഞാൻ സ്കൂട്ടി എടുത്ത് ഇറങ്ങണ പോലെ ഇവിടെ എന്തായാലും ഇറങ്ങാൻ പറ്റാത്തതിൻ്റെ ഒരു വിഷമം എനിക്കുണ്ട്. ഇതൊക്കെ ഒന്ന് ആയി വന്നപ്പോഴേക്കും ഇത്രയും സാധനങ്ങൾ ഇനി കഴുകാനുണ്ട്. കപ്പ്, പിന്നെ ആദ്യം എടുത്ത ബൗള്, പഞ്ചസാര പാത്രം പുറത്ത് വന്ന്, പിന്നെ വേറെ പാത്രം, ഇതൊക്കെ ഇനി കഴുകണം. എനിക്ക് ഉണ്ടാക്കണേക്കാളും മടിയാണ് കഴുകണത്. പക്ഷെ ഇത് പിന്നത്തേക്ക് മാറ്റി വെച്ച് കഴിഞ്ഞാൽ മടി കൂടി വരികയുള്ളൂ. സൂര്യൻ്റെ വെളിച്ചത്തിലൊന്ന് കാണിച്ചെന്താ കേട്ടോ, വേറെ ഒന്നുമില്ല. ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ പൈനാപ്പിൾ. ഞാൻ ഫുൾ എടുക്കാത്തതുകൊണ്ട് കുറച്ചല്ലേ എടുത്തുള്ളൂ പൈനാപ്പിൾ. പിന്നെ ഇതിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ കണ്ടിട്ട് എനിക്ക് തോന്നുന്നു 3 ടീസ്പൂൺ അരിപ്പൊടി ഇടണമായിരുന്നു എന്ന്. കാരണം അത് എനിക്ക് അത്ര അങ്ങ് തോന്നണില്ല. ഇപ്പം സമയം ഒരു 6 മണിയൊക്കെ കഴിഞ്ഞെങ്കിലും ചായ കുടിക്കാത്തതുകൊണ്ട്, ചായ കുടിച്ചില്ലെങ്കിൽ എന്തോ ഒരു കുറവുള്ള പോലെ എനിക്ക് തോന്നും. ഇതൊന്ന് ചൂടാറിയിട്ട് വേണം എനിക്ക് ഫ്രിഡ്ജിക്ക് വെക്കാൻ. ഇതിവിടെയുള്ള പൈനാപ്പിളിൻ്റെ ജാമാട്ടോ. ഇതിന് കുറച്ച് പുളിയുണ്ട്, ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. നേരത്തെ നമ്മൾ പൈനാപ്പിളും ഷുഗറും കൂടി ഇട്ടപ്പോൾ നല്ല മധുരമായിരുന്നു. ഒരു 10 മിനിറ്റ് ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് നോക്കി ഇത് കട്ടിയാവണുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ച് തിക്കായിട്ടുണ്ട്, കുറച്ച് നേരം കൂടി വെച്ച് നോക്കി നോക്കാം. ഞാൻ കുറച്ച് നേരം കൂടി ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇതൊരു ഫോർക്ക് എടുത്തിട്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടി നോക്കി. ചിലപ്പോൾ കോൺഫ്ലവർ പോലത്തെ സാധനങ്ങളൊന്നും ഇടാത്തതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അരിപ്പൊടി ജെമിനി പറഞ്ഞ പോലെ 3 ടേബിൾ സ്പൂൺ ഇടാത്തതുകൊണ്ടായിരിക്കാം അത്ര അങ്ങ് കട്ടിയായിട്ടില്ല. ഇനിയിപ്പോൾ കുറേ നേരം ഫ്രിഡ്ജിൽ ഇരിക്കണമെന്ന് എനിക്കറിയില്ല കേട്ടോ. ഫോർക്ക് മാറ്റിയിട്ട് ഞാൻ ടീസ്പൂൺ കൊണ്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ടേസ്റ്റ് ഉണ്ട്, പക്ഷേ കട്ടിയില്ല. പുഡിങ് സാധാരണ കഴിക്കുന്ന ഒരു കൺസിസ്റ്റൻസി ഇല്ലേ, അത്രയൊന്നുമില്ല. എന്തായാലും കുറച്ച് നേരം കൂടി ഫ്രിഡ്ജിൽ വെച്ച് നോക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ചിലവരുടെ ശരിയാവും, എന്തായാലും എൻ്റെ ശരിയായില്ല.